ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന 4th യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. The picture shows a beautiful scene in nature. There's beautiful rainbow. Riverside is filled with different colored flowers. A bird is drinking honey from flowers. Butterfly is searching for honey. There are many trees. Creepers are wound around trees. A squirrel is sitting on the branch of the tree. A bird is flying. ഒരു മനോഹരമായ പ്രകൃതി ദൃശ്യമാണിത്. ബ്യൂട്ടിഫുൾ റെയിൻബോന് മനോഹരമായ മഴവില്ലുണ്ട്. റിവർ സൈഡ് നദീതീരം ഫിൽഡ് വിത്ത് ഡിഫറെൻറ്റ് കളർഡ് ഫ്ലവേഴ്സ് പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞിരിക്കുന്നു. ബേർഡ് ഈസ് ഡ്രിങ്കിങ് ഹണി ഫ്രം ഫ്ലവേഴ്സ് ഒരു ഹമ്മിങ് ബേർഡ് തേൻ കുടിക്കുന്നു. എ ബട്ടർഫ്ലൈ ഈസ് സെർച്ചിങ് ഫോർ ഹണി തേൻ തിരയുകയാണ്. ദർ ആർ മെനി ട്രീസ് ധാരാളം മരങ്ങളുണ്ട്. ക്രീപ്പേഴ്സ് വള്ളിച്ചെടികൾ. വോണ്ട് അറൌണ്ട് ട്രീസ് മരങ്ങൾ ചുറ്റിയിരിക്കുന്നു. എ സ്ക്വിറൽ ഈസ് സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ഒരണ്ണാൻ മരത്തിൻ്റെ ശിഖരത്തിലിരിക്കുന്നു. ബേർഡ് ഈസ് ഫ്ലൈങ് ഒരു പക്ഷി പറക്കുന്നു. പേജ് നമ്പർ 96-ൽ 2 ടൈപ്പ് വീടുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇഗ്ലു ആണ്. ഇറ്റ് ഈസ് ബിൽറ്റ് ഓഫ് ബ്രിക്സ് ഓഫ് ഐസ് ഐസ് കട്ടകൾ കൊണ്ട് തന്നെ നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു എന്ന് പറയുന്നത്. സ്നോ കവേർഡ് അറൌണ്ട് ദ ഹൗസ്. ഇറ്റ് ഹാസ് നോ വിൻഡോ ആൻഡ് എയർ ഹോൾസ്. സെക്കൻഡ് വൺ ടിൽറ്റ് ഹൗസ് ആണ്. അതായത് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഇത്തരം വീടുകൾ ഉണ്ടാവുക. ദിസ് ഹൗസ് സ്റ്റാൻഡിങ് ഓൺ പോൾസ്. The walls are built by wood pieces and thatched roof. The place is surrounded by water. അപ്പോൾ ഒരുപാട് ഭാരം താങ്ങാൻ പറ്റില്ല. നീളമുള്ള കമ്പുകളിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. തടി കൊണ്ടുള്ള വുഡ് പീസ് തന്നെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുൾവശം മേഞ്ഞതായിരിക്കും. Where do you find such houses? Igloos can be seen at polar regions. ധ്രുവപ്രദേശങ്ങളാണ് ഇഗ്ലൂസ് കാണപ്പെടുക. Stilt house can be seen at places surrounded by water. ജലം കൂടുതലായിട്ടും ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് സ്റ്റിൽറ്റ് ഹൗസുകൾ നിർമ്മിക്കുക. Why do people make such houses? ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നത് എന്തിനാണ്? People make such houses to live in harsh conditions like snow and water. തണുപ്പും മഞ്ഞും അതുപോലെ തന്നെ ജലവും ഇതിൽ നിന്നും അങ്ങനെയുള്ള പ്രദേശങ്ങളെ സർവൈവ് ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലുള്ള വീടുകൾ ജനങ്ങൾ നിർമ്മിക്കുന്നത്. Where did Dorothy live? Dorothy lived in a small wooden house in the middle of a meadow. With whom did Dorothy live? ആരുടെ കൂടെയാണ് ഡൊറോത്തി താമസിച്ചിരുന്നത്? She lived with her uncle and aunt. What would Dorothy's family do when the wind blow hard? കനത്ത കാറ്റ് വീശുമ്പോൾ ഡൊറോത്തിയുടെ ഫാമിലി എന്താണ് ചെയ്തിരുന്നത്? Dorothy's family would take shelter in the cellar of their house when the wind blow hard. വീടിനുള്ളിൽ തന്നെയുള്ള ഷെൽട്ടറിൽ ആ നിലവറയിൽ ചെന്ന് ഒളിക്കും. What was special about the place? ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? The wind never stopped blowing there. എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും, അത് നിലയ്ക്കുന്നില്ല. Who warned Dorothy about the coming storm? കാറ്റിനെ കുറിച്ച് ആരാണ് മുന്നറിയിപ്പ് നൽകിയത്, വാർണിംഗ് നൽകിയത്? It was her uncle who warned Dorothy about the storm. അങ്കിൾ ആണ് മുന്നറിയിപ്പ് നൽകിയത്. Why do people make cellars? എന്തുകൊണ്ടാണ് ജനങ്ങൾ cellars നിർമ്മിക്കുന്നത്? Some extreme conditions like winds, flood or earthquakes, cellars can be used as shelters. ചില കണ്ടീഷൻസ് അതായത് ലൈക്ക് കാറ്റ്, പ്രളയം, അതുപോലെ തന്നെ ഭൂകമ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആണ് ഷെൽട്ടർ ആയിട്ടാണ് സെല്ലേഴ്സ് നിർമ്മിക്കുന്നത്. What happened when the wind blew? The trees toppled over, the house began to shake, the cups and plates in the cupboard slipped down, the mirror on the wall fell down and broke into pieces. കാറ്റ് വീശിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? മരങ്ങൾ ആടി ഉലഞ്ഞു മറിഞ്ഞു വീണു. The house began to shake. വീടാകെ വിറച്ചു. കബോർഡിലെ പ്ലേറ്റും കപ്പൊക്കെ താഴെ വീണു. ഭിത്തിയിലെ കണ്ണാടി താഴെ വീണു പൊട്ടി. To which direction did Dorothy run? Dorothy ran towards the cellar. സെല്ലറിന്റെ നേർക്കാണ് അവൾ ഓടിയത്. Where did Toto run? ടോട്ടോ എവിടേക്കായിരുന്നു ഓടിയത്? Toto ran to the house. Where did Toto hide? ടോട്ടോ എവിടെയായിരുന്നു ഒളിച്ചത്? Toto hid under a cot. കട്ടിലിന്റെ അടിയിലാണ് ടോട്ടോ ഒളിച്ചത്. What did Dorothy see from the flying house? Dorothy saw fallen trees, broken bridges and dark clouds all around. അവള് കണ്ട കാഴ്ചകൾ fallen trees, ഒടിഞ്ഞു വീണ മരങ്ങൾ, broken bridges, തകർന്ന പാലങ്ങൾ, dark clouds all around, കറുത്ത മേഘങ്ങളാണ് ചുറ്റും കണ്ടത്. If you were Dorothy, what would you do? നിങ്ങൾ ഡൊറോത്തിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? If I were Dorothy, I would hold Toto tightly. ടോട്ടോയെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യുമായിരുന്നു. അതായത് വീട് ഉയർന്നു പോയ ആ ഒരു സിറ്റുവേഷനിൽ. What did the storm do?
The storm lifted the house off the ground. കനത്ത കാറ്റ് അവരുടെ വീടിനെ ഫുള്ളെ ഉയർത്തിക്കൊണ്ടുപോയി. What did she see when looking down? താഴേക്ക് നോക്കിയപ്പോൾ അവൾ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? She saw fallen trees and broken bridges. What did Toto do? Toto started running here and there inside the house. ആ ഉയർന്ന വീട്ടിന്റെ ഉള്ളില് ടോട്ടോ അവിടെ ഇവിടെയും ഓടി നടന്നു. What did Dorothy see outside? She could only see the sky and dark clouds. പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച ആകാശവും കാർമേഘങ്ങളും മാത്രമായിരുന്നു. Why was Dorothy confused? Dorothy എന്തുകൊണ്ടാണ് കൺഫ്യൂസ്ഡ് ആയത്? She was not sure how she saved the Munchkins. മഞ്ച്കിൻസിനെ അവൾ എങ്ങനെ സേവ് ചെയ്തു എന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല. അതുകൊണ്ടാണ് കൺഫ്യൂസ്ഡ് ആയത്. How was the air in that strange land? ആ പ്ലേസിൽ, ആ സ്ട്രേഞ്ച് പ്ലേസിലെ എയർ എങ്ങനെയുള്ളതായിരുന്നു? The air was filled with fragrance of flowers. പൂക്കളുടെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന വായുവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. How was the people of that strange place? ആ സ്ട്രേഞ്ച് പ്ലേസിലെ ജനങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? They were smaller than Dorothy. ഡോറോത്തിയെക്കാളും ചെറുതാണ്. But bigger than Toto. ടോട്ടോയെക്കാളും വലുതാണ്. They wore hats with tiny bells. ചെറിയ ബെൽസ് ഉള്ള തൊപ്പി അവർ ധരിച്ചിരുന്നു. Who were those strange people? അത് ആ ജനങ്ങൾ ആരായിരുന്നു അവിടുത്തെ? Munchkins. What did Munchkins say? Munchkins എന്താണ് പറഞ്ഞത്? They said that Dorothy saved them. ഡോറോത്തി അവരുടെ ജീവിതം രക്ഷിച്ചു എന്നാണ് Munchkins പറഞ്ഞത്. How did the wicked witch die? Dorothy's house landed over the witch and she died. എങ്ങനെയാണ് ആ ദുർമന്ത്രവാദിനി മരിച്ചത്? ഡോറോത്തിയുടെ വീട് ലാൻഡ് ചെയ്തത് ആ വിച്ചിന് മുകളിലായിരുന്നു. അങ്ങനെ she died. Why did Munchkins take Dorothy their hero? They thought it was Dorothy who killed the wicked witch. എന്തുകൊണ്ടാണ് മഞ്ച്കിൻസ് ഡൊറോത്തി ഹീറോ ആയിട്ട് സെലക്ട് ചെയ്തത്? അവർ വിചാരിച്ച ഡൊറോത്തിയാണ് വിക്കഡ് വിച്ചിനെ ഡയറക്റ്റ് വധിച്ചതെന്ന്. Why did the Munchkins hate the witch? എന്തുകൊണ്ടാണ് മഞ്ച്കിൻസിന് ഇത്രയും ആ വിച്ചിനോട് വിരോധം? ഇറ്റ് ഇസ് ബിക്കോസ് ദ വിച്ച് മെയ്ഡ് ദ മഞ്ച്കിൻസ് ഹെർ സ്ലേവ്സ്. മഞ്ച്കിൻസിനെ ഇത്രയും നാളും അടിമകളാക്കി വെച്ചിരിക്കുകയായിരുന്നു ആ വിച്ച്. Who could help Dorothy to go back to her village? ആരാണ് വില്ലേജിലേക്ക് തിരിച്ചു പോകാൻ ഡൊറോത്തി ഹെൽപ്പ് ചെയ്തത്? The Wizard of Oz would help Dorothy go back to her village. Who was Wizard of Oz? The Wizard of Oz is a powerful magician who can work wonders. How did the Wizard of Oz help Dorothy? The Wizard of Oz helped her to reach her village. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? അവളെ അവളുടെ തിരിച്ച് വില്ലേജിൽ എത്താനായിട്ടാണ് വിസാർഡ് ഹെൽപ്പ് ചെയ്തത്. There is no other place like our own home. Comment. There is no other place like our own home. Home is the best place to be. In our home, we are with our loved ones. We feel safe and comfort. No matter where we go, our heart always waits for the love and warmth of our house. വീടെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് പ്ലേസ് തന്നെയാണ്. നമ്മുടെ വീട്ടിലാണ് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ടാവുക. നമുക്കൊരു സേഫ് ആൻഡ് കംഫർട്ട് ഫീൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എവിടെ പോയെങ്കിലും നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മുടെ ആ വീടിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്താനായിട്ട് കൊതിക്കും. മെഡോ, പുൽമേട്. ബ്ലോയിങ്, ശക്തിയായി കാറ്റി വീശുക. ഷെൽട്ടർ, അഭയം. സെല്ലർ, നിലവറ. ക്രൈഡ് ഔട്ട്, വിളിച്ചു പറഞ്ഞു. ഹിറ്റ്, ഒളിച്ചു. കോട്ട്, കട്ടിൽ. എൽറ്റ് ഔട്ട്, നിലവിളിച്ചു. ഹൗളിംഗ്, ചൂളം വിളിക്കുക. ടോപ്പ്ഡ് ഓവർ, മറിഞ്ഞു വീണു. ഫ്രൈറ്റൻ, പേടിച്ചു. ലിഫ്റ്റഡ്, ഉയർത്തി. അഫ്രൈഡ്, ഭയന്നു. ആംസ്, കൈകൾ. ട്രംബിൾ, വിറച്ചു. സ്ട്രേഞ്ച്, വിചിത്രമായ. സ്നിഫ്റ്റ്, മണം പിടിച്ചു. പസിൽഡ്, പകച്ചു നിൽക്കുക. വിച്ച്, ദുർമന്ത്രവാദിനി. വിക്കറ്റ്, ദുഷ്ടയായ. വിസാർഡ്, മാന്ത്രികൻ. ഇൻവൈറ്റഡ്, ക്ഷണിച്ചു. വണ്ടർ, അത്ഭുതം. അപ്പോൾ ഈ ഒരു ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്നുള്ള പാഠത്തിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസറും പാഠഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറും വാക്കുകളുടെ അർത്ഥമാണ് ഈ വീഡിയോയിൽ തന്നിട്ടുള്ളത്.